ഹായ് എവ്രി വൺ, വെൽക്കം ടു ലേൺ വിത്ത് ഷരു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം വ്ളോഗാണ്. ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. കാരണം ഒരുപാട് മെമ്മറീസിലേക്ക് ലുക്ക് ബാക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാമെന്നുള്ളൊരു റിയലൈസേഷനും ഒക്കെ കാരണം കൊണ്ട് ഞാൻ ഒരുപാട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തൊരു വ്ളോഗാണ്. അപ്പോൾ ഫൈനലി ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾ എന്നെ കാണുന്നത് മൈസൂരിലാണ്. മൈസൂരിൽ RI പ്ലേസ്മെൻറ്റ്സിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. എൻ്റെ ബെസ്റ്റി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ വീട്ടിൽ കുറച്ച് സ്റ്റേ ചെയ്തു. മൈസൂരിൽ നിന്ന് എനിക്ക് ഒരുപാടൊന്നും ഫിലിം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ മാക്സിമം ഫിലിം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫോറം മോൾ ഉണ്ട് മൈസൂരിൽ, അപ്പോൾ അവിടേക്കാണ് പോയത്. ഫസ്റ്റ് തന്നെ കുറച്ച് സൂപ്പർ ഹീറോ കളക്ഷൻസും ഫാൻസി ഐറ്റംസും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അതൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റഫ് ടോയ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ ഒന്ന് പോയി. പണ്ടൊക്കെ സ്റ്റഫ് ടോയ്സ് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെയും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കയറിയെങ്കിലും ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് മാത്രം ചെയ്തുള്ളൂ. മെയിനായിട്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഫോളോ അപ്പ് ഇൻ്റർവ്യൂ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി കബ്ബൻ പാർക്കിൽ കുറച്ച് റിലാക്സ് ചെയ്തു. അപ്പോൾ RIൻ്റെ പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് ക്വയറീസ് മെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും RI പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം. ഇനി വരുന്ന വീഡിയോസിൽ മാക്സിമം ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ബാക്ക് ടു വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈമും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ MG റോഡ് പോകാൻ തീരുമാനിച്ചു. അവിടെ കുറച്ച് ഞങ്ങൾ കറങ്ങി. അതിന് ശേഷം ഒരു ബുക്ക് ഷോപ്പ് കണ്ടു. ബുക്ക് ഷോപ്പ് നല്ല എസ്തെറ്റിക് ആയിട്ട് ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വെക്കേഷൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്ക് ടു യൂണിവേഴ്സിറ്റിക്ക് എത്തിയപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് ക്യാമ്പസൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആയിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം പോകുന്നത് ഒന്നില്ലെങ്കിൽ ഹാഫ് വില്ല അല്ലെങ്കിൽ മിൽമ കഫറ്റേരിയ. അവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അശ്വതി നല്ലോണം വായിക്കും. അപ്പോൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മാക്സിമം അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വീക്കെൻഡ്സിൽ മാക്സിമം ഫ്രീ ആവുമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അശ്വതി എൻ്റെ ടീ പാർട്ട്ണറും കൂടിയാണ് ഇത് കൂടാതെ. സോ നെക്സ്റ്റ് നിമ്മയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിമ്മ ഞങ്ങളുടെ കോർഡിനേറ്ററാണ്. പിന്നെ ആതിരയാണ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ തേർഡ് സെം വ്ളോഗിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും. സോ ഈവനിങ്സ് മെയിൻലി നമുക്ക് ഡാൻസ് ക്ലബിൻ്റെ പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. കങ്കാമ ഫെസ്റ്റൊക്കെ വരുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിപ്പറേഷൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഹോൾ കോളേജ് അതിൻ്റെ കാര്യത്തിൽ ബിസിയാണ്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഫൈനൽ ഇയേഴ്സ് ഡെസർട്ടേഷൻസും ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റ്സും ചെയ്യുന്നുണ്ട്. സോ കങ്കാമയ്ക്ക് ഞങ്ങൾക്ക് ഒരു ഫ്ലാഷ് മോബും ഒരു സ്റ്റേജ് പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസിൻ്റെ ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ. ഇതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ. ഇതാണ് എൻ്റെ ഫ്രണ്ട് പൂജ. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കങ്കാമ ഫെസ്റ്റ് നല്ലോണം എൻജോയ് ചെയ്തു. നല്ലൊരു ടൈമായിരുന്നു. എസ്പെഷ്യലി ഡാൻസ് ക്ലബിൻ്റെ ഒപ്പം എനിക്കൊരു നല്ലൊരു മെമ്മറി തന്നെയുള്ളത്. നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഹാങ് ഔട്ടൊക്കെ ചെയ്തു ഡാൻസ് ക്ലബ് മെമ്പേഴ്സിൻ്റെ ഒപ്പം. എന്തായാലും ഫെയർവെല്ലൊക്കെ അടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുറേ മീറ്റപ്സ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫെയർവെല്ലിന് ഒരു ഡാൻസ് ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗ്രാജുവേറ്റ് ആവുക എന്നുള്ളൊരു റിയലൈസേഷൻ വന്നതുകൊണ്ട് എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇതിലത്തെ ഡാൻസ് വീഡിയോസ് കാണണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഡെസർട്ടേഷൻ്റെ എഡിറ്റിങ്ങും പിന്നെ വൈവയുടെ പ്രിപ്പറേഷനുമായിട്ട് എല്ലാവരും ഭയങ്കര ബിസിയായി. അത് കഴിഞ്ഞ് വൈവ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫൈനലി ഒരു ക്ലാസ് റീൽ എടുക്കാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ മാക്സിമം ആൾക്കാർ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വൈവ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ, സ്ട്രെസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് റീൽ എടുക്കാനും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവേഷൻ ആവാറായി എന്ന് അറിയുകൊണ്ട് എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾ നല്ലൊരു ടൈം തന്നെയാണ്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, ക്യാമറ റെഡിയാണ്, ഫ്ലാഷ് ലൈറ്റ്സ് ആണ് നമ്മൾ ലൈറ്റിങ്. എല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്തു.
പിന്നെ അതിനുശേഷം ഫൈനലി March 11 ഞങ്ങളുടെ കോൺവൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒഫീഷ്യലി ഗ്രാജുവേറ്റ് ആയി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഫൈനൽ സെം വ്ളോഗ്. സോ നിങ്ങളുടെ ഒപ്പം ഞാൻ മേജർ ഹൈലൈറ്റ്സ് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ, അത്ര ഫിലിമും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.